വെൽക്കം ടു ബിസിനസ് ഇൻസൈറ്റ്സ്. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. ഞാൻ റീജു രഘുനാഥൻ. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങലാണ്. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് 35 വർഷം റീറ്റെയിൽ ഇൻഡസ്ട്രി ഇൻ ഫാഷൻ, ഫുഡ്വെയർ, FMCG, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്, B2B, B2C, മാൾ ഡെവലപ്മെൻറ്റ്, മാൾ എക്സിക്യൂട്ടീവ്, മാൾ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, P&L ആക്ടിവിറ്റീസ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്. ഈ മേഖലകളിലെല്ലാം കഴിഞ്ഞ 35 വർഷം സുദീർഘമായ സേവനം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് കൊണ്ടുവരുന്നത് ഒരു ബിസിനസ് കൺസൾട്ടൻ്റായിട്ടോ, ഒരു അഡ്വൈസറായിട്ടോ, ഒരു മെൻറ്ററോ ആയിട്ടാണ്. അതിന് 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ പാർട്ടിലെ, അല്ലെങ്കിൽ ഇന്ത്യൻ മൊത്തം ഭൂഖണ്ഡം നോക്കുകയാണെങ്കിൽ ഏറ്റവും ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റാണ്. എന്നാൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, സ്റ്റാർട്ടപ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ, അത് നമ്മൾ സൗത്ത് ഇന്ത്യ പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം ഏറ്റവും പിറകിലാണ്. നമ്മളെക്കാട്ടിയൊക്കെ വളരെയധികം മുന്നിലാണ് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്, കർണാടക, തെലുങ്കാന. എന്തുകൊണ്ട് ലിറ്ററസി സ്റ്റേറ്റായ കേരളം സ്റ്റാർട്ടപ്പിൽ ഇത്രയും ബാക്ക്വേർഡായത്? എൻ്റെ അറിവിൽ ഇവിടുത്തെ യൂത്തിന് ഒരു ഗവൺമെൻറ് ജോബ് കിട്ടുന്നതിലേക്കോ, അല്ലെന്നുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്കോ, ഇൻ്റർനാഷണൽ ലെവലിലേക്കോ ജോലി തേടി ഇവിടെ നിന്ന് പറന്നു പോകാനുള്ളതാണ്. അത് എന്തുകൊണ്ട്? ഒരു പക്ഷേ നമ്മളിവിടുത്തെ രാഷ്ട്രീയം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല അതിനെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഫെഡറൽ ഗവൺമെൻറ്റും ഇവിടെ സ്റ്റാർട്ടപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് സബ്സിഡൻഷ്യൽ പാക്കേജസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേ നമ്മുടെ യൂത്ത് അതൊന്നും ഉപയോഗിക്കാത്തത്? എന്തെല്ലാം ചാൻസസ് ഉണ്ട് ഈ കേരളത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമുഖതയാണോ അതോ അജ്ഞതയാണോ? അങ്ങനെ തോന്നിയപ്പോഴാണ് ഒരു ആശയം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത്. എൻ്റെ എക്സ്പീരിയൻസ് അത് ഞാനൊരു കൺസൾട്ടൻസി തുടങ്ങിയിട്ട് അതിലേക്ക് ഞാൻ നിൽക്കുന്നു. ഇവിടുത്തെ നമ്മുടെ സർക്കംസ്റ്റാൻസസ്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ, ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ എന്തെല്ലാം അറിവുകളാണ് വേണ്ടത്? ആ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരാൻ ഞാനിവിടെ ഉണ്ടാവും, നിങ്ങളുടെ കൂട്ടത്തിൽ. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് മുന്നേറാം. നല്ലൊരു നാളേക്ക് വേണ്ടി, കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, നല്ലൊരു എക്കോണമിയെ സൃഷ്ടിക്കാൻ വേണ്ടി, നല്ലൊരു സെൽഫ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണായി മാറാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. നാളേക്കുള്ള ഒരു നല്ല വാഗ്ദാന ഭൂമിയാക്കി മാറ്റാൻ, കേരളത്തെ മാറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ വരും ദിനങ്ങളിലുള്ള എപ്പിസോഡുകളിൽ എന്ത് ബിസിനസ്സാണ്, ഏത് ബിസിനസ്സാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിനകത്ത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ബിസിനസ് ഉണ്ടായി സ്വന്തമായിട്ട്. ആർ ദേ റണ്ണിങ് ദിസ് ബിസിനസ് വിത്ത് പ്രോഫിറ്റബിൾ? അത് പ്രോഫിറ്റബിളാണോ? അതല്ല, അതിനെന്തെങ്കിലും ചലഞ്ചസിനെ നിങ്ങൾ നേരിടുന്നുണ്ടോ? ഇതിനെല്ലാം തക്കതായ മാർഗങ്ങളും പരിഹാരക്രിയകളും നമ്മുടെ മുന്നിലുണ്ടാവും. നമുക്കൊന്നേ ചിന്തിക്കാനുള്ളൂ, നത്തിങ് ഈസ് ഇംപോസിബിൾ. ദാറ്റ് മീൻസ് എവറിത്തിങ് പോസിബിൾ. നമുക്ക് പ്ലാൻ ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നടക്കും. വീണ്ടും പറയുന്നു, ബിസിനസ് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് തുടങ്ങണം, ആരായിരിക്കണം നമ്മുടെ കസ്റ്റമർ എന്ന് കൂടി നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. അങ്ങനത്തെ ഒരു നോളജബിൾ അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്ത് തരം ബിസിനസ്സും നമുക്ക് തുടങ്ങാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ആ കോൺഫിഡൻസോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് നമ്മുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാം. ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടാവും. ഈ ചാനൽ കണ്ടിട്ട് ഇതിനെ
ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിനങ്ങളിൽ എൻ്റെ ഓരോ എപ്പിസോഡിലും ഓരോ ടൈപ്പ് ബിസിനസ്സും അതിൻ്റെ റീസൺസും അതിൻ്റെ ടിപ്സും അതിൻ്റെ എലിമെൻറ്റ്സും കോമ്പിറ്റൻസീസും എല്ലാം ഞാൻ നിങ്ങളോട് സംവാദിക്കുന്നതാണ്. അതുവരേക്ക് നന്ദി, നമസ്കാരം.